ഹായ്, ഇന്ന് റിലീസായ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് തിയേറ്ററിൽ മൂവീസ് റിലീസാവാറുള്ളത്. മലയാള സിനിമയോടൊപ്പം മറ്റ് അന്യഭാഷാ ചിത്രങ്ങളും റിലീസാവാറുണ്ട്. അങ്ങനെ ഇന്ന് റിലീസായ ഒരു അന്യഭാഷാ ചിത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഈ അന്യഭാഷാ ചിത്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി കന്നഡ, തെലുങ്ക്, തമിഴ് എന്നീ ലാംഗ്വേജുകളായിരിക്കും തിയേറ്ററിൽ കൂടുതലും വരുന്നത്. ഇതൊരു കന്നഡ സിനിമയാണ്, പക്ഷേ മലയാളം ഡബ്ഡാണ്. മലയാളം ഡബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇജാതി പെർഫെക്ഷൻ, പക്ക പെർഫെക്ഷനിലാണ് ഡബ് ചെയ്തേക്കുന്നത്. അതായത് നമ്മളുടെ നാട്ടിൻപുറത്ത് നമ്മൾ കണ്ട് പരിചയിച്ച അല്ലെങ്കിൽ നമ്മൾ ഇടപെട്ടേക്കുന്ന ആൾക്കാരെ പോലെയുള്ള ക്യാരക്ടേഴ്സാണ് എല്ലാവരും. നായകൻ ഒരു ആശാരിയാണ്. അപ്പോൾ ആശാരിയുടെ കൂടെ പണിയുന്ന കുറേ ആൾക്കാരൊക്കെയാണ് ഈ നാട്ടിൻപുറത്ത് വന്നു പോകുന്നത്. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. സതീഷ് എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടറുണ്ട്, ഒരു വെള്ളവടി ടീമൊക്കെയാണ്. എന്താ പറയുക, അത് ഡബ് ചെയ്തൊക്കെ എനിക്കൊന്നൊരു നമ്മുടെ അയ്യപ്പ ബൈജു ഇല്ലേ, അപ്പോൾ അയ്യപ്പ ബൈജുവിൻ്റെ ഒക്കെ ഏകദേശം വോയിസ് പോലെയാണ് പുള്ളിയുടെ മലയാള ഡബ്ബിയുടെ വോയിസ് വന്നേക്കുന്നത്. ആ സീനിൽ പുള്ളിയുടെ ഡയലോഗ് ഇല്ലെങ്കിലും പുള്ളി ആക്ട് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട്. അയ്യോ, രക്ഷയില്ല, ചിരിപ്പിച്ച് കുത്തിയിരുന്ന് ചിരിക്കാനുള്ള സീനുകൾ പുള്ളി ഒപ്പിച്ച്. സതീഷ് എന്നാണ് പേര്. പിന്നെ സെൻട്രൽ ക്യാരക്ടർ ചെയ്തേക്കുന്ന ആളുടെ പേര് രവി എന്നാണ്. രവി കുറച്ച് സീരിയസ് ക്യാരക്ടറായിട്ടാണ് നാട്ടിൻപുറത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലായിടത്തും ഓടി നടക്കുന്ന ഒരു തനി നാട്ടിൻപുറത്തുകാരനായിട്ടാണ് രവി എന്ന് പറയുന്ന ക്യാരക്ടർ വന്നേക്കുന്നത്. പിന്നെ വന്നു പോണത് രാജ്ബി ഷെട്ടിയാണ്. രാജ്ബി ഷെട്ടി എന്താ പറയുക, കന്നഡയിലെ ഏറ്റവും മെയിൻ പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ പുള്ളി ചെയ്തിരിക്കുന്ന കൂടുതലും സിനിമകൾ സീരിയസ് റിലേറ്റഡ് റോളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ പുള്ളീനെ കാണിക്കുന്ന സെക്കൻഡ് തൊട്ട് ചിരിക്കാനുള്ള ഭാഗ്യമുണ്ട്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, നോട്ടം. എനിക്ക് രാജ്ബി ഷെട്ടി തന്നെ മലയാളത്തിൽ ഡബ് ചെയ്തേക്കും. രാജ്ബി ഷെട്ടിക്ക് മലയാളം അറിയാം. രാജ്ബി ഷെട്ടി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രവി എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ ചെയ്തേക്കുന്ന പുള്ളിയുടെ പെയറായിട്ട് വരുന്ന ഒരു നടി, പുള്ളിക്കാർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ തിയേറ്ററിൽ പോയിട്ട് നമ്മളൊരു നാട്ടിൻപുറത്ത് എത്തിയ ഒരു പ്രതീതി, അവിടെ നടക്കുന്ന കുറേ കല്യാണങ്ങളും മരണവും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊരു ഹൊറർ കോമഡി എന്ന് പറഞ്ഞിട്ടാണ് തിയേറ്ററിൽ ഓൾറെഡി അതിൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹൊറർ ബേസ്ഡ് വരുന്നില്ല, കൂടുതലും ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് തന്നെ പറയാം. അതിൽ ഒരു കോമഡി നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൽ പഞ്ചൊക്കെ കൊണ്ട് നിർത്തിയേക്കണതാണെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റോടെ നല്ല സിനിമയാണെന്ന് പറഞ്ഞിറങ്ങി വരാനായിട്ട് പറ്റുന്നൊരു പടമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് ആണെങ്കിലും അത്യാവശ്യം ചിരിക്കാനുണ്ട്. പിന്നെ കുറച്ച് സ്റ്റോറിയിലോട്ട് വരുന്നുണ്ട്. ആ സ്റ്റോറിയിലോട്ട് വരുമ്പോൾ ഭയങ്കര ഡീപ്പായിട്ട് സ്റ്റോറിയിലോട്ട് പോകാതെ അവിടെ ഒരു ഫ്ലെക്സിബിളായിട്ട് വളരെ എൻ്റർടൈനിങ് ആയിട്ടാണ് പടം പോണത്. ക്ലൈമാക്സ് ആണെങ്കിലും നല്ല രസമുണ്ട്. സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ ഉണ്ട്. സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ നമ്മളിങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്താണ് സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ വരുന്നത്. അതും നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ഷന്, DOP, മ്യൂസിക്, എഡിറ്റിങ്, എല്ലാ ഏരിയയിലും ആ ഡിപ്പാർട്ട്മെൻറ്റുകളും അടിപൊളിയായിട്ടുണ്ട്. എന്നാ പറയുക, എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഒരു ഫൺ മൂവി കാണാനായിട്ട് നിങ്ങൾ പോയിരുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവി ആയിരിക്കും സൂ ഫ്രം സോ. അത് കന്നഡ മൂവിയാണ് എന്നുള്ള രീതിയിൽ കാണാതിരിക്കേണ്ട. മലയാളം ഡബ്ബാണ് ഓൾറെഡി വരുന്നത്. ആ ഡബ്ബിൽ എടുത്തു പറയുന്നു, ഡബ്ബ് പക്ക ഡബ്ബാണ്. അത് ചെയ്തേക്കുന്ന ആരാണ് അത് ലീഡർഷിപ്പ് കൊടുത്തതെന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. സോ ഫൈനലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കന്നഡയിൽ ഹിറ്റ് അയക്കുന്നൊരു മൂവിയാണ്. അത് മലയാളത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ രീതി തന്നെയാണ്. പടം കാണുമ്പോണ്ടല്ലോ നമുക്കൊരു പക്ക നാട്ടിൽ നമ്മുടെയൊക്കെ കേരളത്തിൽ തന്നെ ഷൂട്ട് ചെയ്തേക്കുന്ന പോലൊക്കെ തന്നെ എല്ലാം. അതിലെ ഓട്ടോ ആണെങ്കിലും വീടാണെങ്കിലും അതുപോലെ തന്നെ കടകളാണെങ്കിലും എല്ലാം നമുക്കൊരു ലൊക്കേഷനിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പക്ക നാട്ടിൻപുറം. നമ്മളൊരു വീട്ടിലെ കല്യാണത്തിന് കൂടുന്നതും മരിച്ചടക്കിന് കൂടുന്നതും അതുപോലെ തന്നെ കൂട്ടുകാരത്ത് വെള്ളം അടിക്കുന്നതും എല്ലാം പക്ക ഒരു മലയാള സെറ്റപ്പ് തന്നെ. ഒരു കന്നഡ മൂവിയാണെന്ന് നമ്മൾ കണ്ടു തുടങ്ങിയാൽ പിന്നെ തോന്നത്തേ ഇല്ല. കള്ളുകുടി സീനൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. അതിലൊരു അളിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പല സിനിമകളിൽ അളിയൻ ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും കുറച്ച് വെറുപ്പിലൊക്കെ ആയിരിക്കും. പക്ഷെ പുള്ളിയുടെ ഫസ്റ്റ് കാണിക്കുന്നൊരു പുള്ളിയുടെ ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട്. അത് കാണിച്ച സീൻ തൊട്ട് എല്ലാവരും അളിയൻ വന്നോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പം നമ്മൾ തിങ്ക് എന്താണ് അളിയൻ വന്നതെന്നുള്ളത്.
എന്തുകൊണ്ടാണ് ഇവരൊക്കെ അളിയും വന്നോന്ന് ഇങ്ങനെ ഞെട്ടുന്നതെന്നുള്ളത് പിന്നീടുള്ള സീനുകൾ പുള്ളിയുടെ പെർഫോമൻസിലാണ് കാണുന്നത്. പുള്ളി അഴിഞ്ഞാടാണ്. നല്ല പക്ക നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പ് ഒരു അളിയൻ സെറ്റപ്പൊക്കെയാണ്. ആ അളിയൻ ക്യാരക്ടർ ചെയ്തേക്കുന്ന ആളും അടിപൊളിയാണ്. ഈ രവി എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ ചെയ്തേക്കുന്ന ആൾ നല്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പേരെനിക്ക് ഓർമ്മയില്ല. പുള്ളിയുടെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പുള്ളിയുടെ ഫാനാവും. അതുപോലെ തന്നെ രാജ്ബി ഷെട്ടിയുടെ എടുത്ത് പറയേണ്ടതാണ്. രാജ്ബി ഷെട്ടി കോമഡി റോളാണ്. ഒരു ഗുരു സന്യാസി പോലെ ഒരു ടീമായിട്ടാണ് പുള്ളി വന്നേക്കുന്നത്, ഒരു ബാധയൊക്കെ ഒഴിപ്പിക്കാനായിട്ടുള്ളത്. സോ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടു. ടിക്കറ്റ് എടുത്ത് ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. നല്ല പടമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാനുണ്ട്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു നല്ല സിനിമ കണ്ടതിൻ്റെ ഫീൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.